അങ്ങനെ സിനിമാ പ്രേക്ഷകർക്കും മോഹൻലാൽ ആരാധകർക്കും ഒരു സന്തോഷ വാർത്തയാണ്. ഈ വർഷത്തെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന ആദ്യത്തെ മലയാളിയാണോ മോഹൻലാൽ എന്ന് ചോദിച്ചാൽ അല്ല, രണ്ടാമത്തെ മലയാളിയാണ്. ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2004 അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. പിന്നീട് ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു മലയാളിക്ക് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. അതായത് ഇന്ത്യൻ സിനിമയിൽ നൽകുന്ന സമഗ്ര സംഭാവനകളെ വിലയിരുത്തിയാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നത്. അങ്ങനെ മോഹൻലാലിന് എന്തുകൊണ്ടും ഈ വർഷം ഒരു തിളക്കത്തിൻ്റെ വർഷമാണ്. സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇതുപോലെ വലിയൊരു അവാർഡും കിട്ടി. അതായത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ അവാർഡാണ് ദാദാസാഹിബ് ഫാൽക്കെ എന്ന് പറയുന്നത്. അതും മോഹൻലാലിന് കിട്ടിയിട്ടുണ്ട്. എന്താണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്? ഒരുപക്ഷെ സിനിമയെപ്പറ്റി കൂടുതൽ അറിയുന്നവർക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. അതിനുമുമ്പ് ഈ ദാദാസാഹിബ് ഫാൽക്കെ എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്ന് പറയുന്ന വ്യക്തിയാണ് ദാദാസാഹിബ് ഫാൽക്കെ എന്ന് പറയുന്നത്. ദുണ്ടിരാജ് ഗോവിന്ദ ഫാൽക്കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത്. 1870 ജനിച്ച ഈ ഒരു വ്യക്തി 1944 മരണമടയുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇന്ത്യൻ സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് രാജ കരിച്ചൻ എന്ന് പറഞ്ഞ സിനിമയാണ്. 1913 ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. അതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനും എല്ലാം ഈ പറയുന്ന ദുണ്ടിരാജ് ഗോവിന്ദ ഫാൽക്കെ ആയിരുന്നു. അതിനുശേഷം ഒരുപാട് സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഈ ഒരു രാജ ഹരിചന്ദ് എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ എന്നതിലുപരിയായിട്ട് ആദ്യത്തെ ഫുൾ ലെങ്ത് സിനിമ കൂടിയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഒന്ന് നോക്കണം. നമ്മുടെ ടെക്നോളജിയൊക്കെ വളരെ ലോ ആയിരുന്ന കാലഘട്ടമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉള്ള കാലഘട്ടമാണ്. അതായത് ബ്രിട്ടീഷിൻ്റെ കീഴിലായിരുന്ന കാലഘട്ടത്താണ് ഇതുപോലൊരു സിനിമ അദ്ദേഹം ഇറക്കി ഞെട്ടിച്ചത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഈ രാജ ഹരിചന്ദ് എന്ന് പറയുന്നതും. അതിനെ ബേസ് ചെയ്താണ് മറ്റുള്ള സിനിമകൾ വരുന്നത്. ആ ഒരു ഇൻസ്പയർഡ് ആയിട്ട് സിനിമകൾ വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു സ്പാനിനുള്ളിൽ ഏകദേശം 96 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 26 ഷോർട്ട് ഫിലിമുകളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സിനിമകളുണ്ട്. സത്യവാൻ സാവിത്രി എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ലങ്കാ ദഹൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതുപോലെ തന്നെ മോഹിനി ഭസ്മാസുരൻ എന്നുണ്ട്, ശ്രീകൃഷ്ണ ജന്മമുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. ക്ലാസിക്കായിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹം 1944 മരണമടയുണ്ടായി. അങ്ങനെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനൊരു അവാർഡ് കൊടുക്കാമെന്ന്. അങ്ങനെ 1969 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കപ്പെടുന്നത്. ഇത് ആദ്യം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ദേവിക റാണി എന്ന് പറഞ്ഞ അഭിനേത്രിക്കാണ്. പുള്ളിക്കാരത്തി അറിയപ്പെടുന്ന ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ്. എന്ന് പറഞ്ഞാൽ 1933 ഈ ദേവിക റാണി ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു നായിക എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ടുവന്ന് ആ ഒരു സിനിമയിൽ ഗംഭീര പെർഫോമൻസാണ്. അങ്ങനെയാണ് ഈ ദേവിക റാണി ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത്. അതിനുശേഷം ഒരുപാട് പേർക്ക് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്നത്. സൗത്ത് ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ഓരോ ഭാഷയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ അക്നേനി രാഘവേശ്വര റാവു ഉണ്ട്, അതുപോലെ രാജ്കുമാറുണ്ട്, ശിവാജി ഗണേശനുണ്ട്, കെ ബാലചന്ദ്രനുണ്ട്, സാക്ഷാൽ രജനീകാന്ത് ഉണ്ട്, ഇപ്പോഴത്തെ നമ്മുടെ ലാലേട്ടനും. അതുപോലെ നമുക്കറിയപ്പെടുന്ന മറ്റു വ്യക്തികൾ നോക്കി കഴിഞ്ഞാൽ മിഥുൻ ചക്രവർത്തിക്ക് ഈ ഇടയ്ക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ അമിതാഭ് ബച്ചന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സൂപ്പർ സ്റ്റാർസിനും അതുപോലെ അഭിനയ പ്രതിഭകൾക്കും എല്ലാം കിട്ടിയൊരു അവാർഡാണ് ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് എന്ന് പറയുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാലിനുമാണ് ഈ ഒരു അവാർഡ് കിട്ടിയത്. എന്തുകൊണ്ടും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ മോഹൻലാലിൻ്റെ നേരത്തെ കിട്ടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. അതായത് മോഹൻലാലാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ഈവൻ കമലഹാസനാണെങ്കിൽ പോലും ഇവർക്കൊക്കെ, ഇപ്പം കമലഹാസന് കിട്ടിയിട്ടില്ല എങ്കിൽ കൂടിയും ഇവരൊക്കെ കൊടുത്ത സംഭാവനകൾ, അതായത് ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുത്ത സംഭാവനകൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തിട്ടപ്പെടാത്ത സംഭാവനകളാണ്. ഇതൊക്കെ ഇപ്പം കിട്ടിയാൽ എനിക്ക് അത്ഭുതപ്പെടാനില്ല. ഇത് 10 കൊല്ലം മുമ്പ് കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം അവരൊക്കെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ബോൺ ചെയ്ത വ്യക്തികളാണ്. അപ്പം മോഹൻലാലിന് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു അവാർഡ് ലാലേട്ടന് കിട്ടിയെന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.